ഖുബൈബ് റളിയല്ലാഹു അൻഹു തടവറയിലാക്കപ്പെട്ടത്, ഖുബൈബ് റളിയല്ലാഹു അൻഹു കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടത് സ്വന്തം ശരീരം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് ദീനിനു വേണ്ടി അധ്വാനിച്ചപ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന പ്രതിരോധ മുറയിൽ ബാപ്പ നഷ്ടപ്പെട്ട മക്കൾ കൊണ്ടുവന്നതല്ലേ. ആ മക്കളോട് ഖുബൈബ് തങ്ങൾക്ക് ദേഷ്യമില്ല, അവരോട് പകയില്ല. ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കടുമരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ സയ്യിദ് ബിൻ ആമിർ തങ്ങൾ പറയാണ്, ഞാനും എന്റെ ഉപ്പയും അവിടെ സാക്ഷിയായിട്ടുണ്ട്. ഖുബൈബ് തങ്ങൾ ദുആർക്കുന്ന ഒരു ദുആ കേട്ടിട്ട് എന്റെ ഉപ്പ എന്റെ കാതും എന്റെ കണ്ണും മുറുക്കി പിടിച്ച് പൊത്തിപ്പിടിച്ചു പോയി. നമ്മൾ ആ ദുആ കേൾക്കണ്ട മോനെ, നമുക്ക് ആ ദുആ വരാൻ പാടില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ചും അബൂ സുഫിയാൻ അടങ്ങുന്ന സംഘം ഖുബൈബ് തങ്ങളോട് ചോദിക്കുന്നു, അല്ല ഖുബൈബ്, നിങ്ങളിപ്പോ നിൽക്കുന്ന കടുമരത്തിന്റെ മുന്നിൽ നിങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുബൈബ് തങ്ങളെ ഈമാനിന്റെ ഘനമെത്രയാ. ഖുബൈബ് തങ്ങൾ പറയുന്നു, ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനം പോയിട്ട് തങ്ങളിപ്പോ മദീനത്ത് എവിടെയാണോ ആ നിൽക്കുന്ന സ്ഥാനത്ത് വെച്ച് അവിടുത്തെ കാലിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരൊറ്റ മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല, എനിക്കത് സഹിക്കാൻ പറ്റൂല. എന്നെ നിങ്ങൾ കടുമരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ ഞാനിവിടെ കടുമരത്തിന്റെ മുന്നിൽ നേരം കാത്ത് കഴിയുമ്പോഴും എന്റെ നേതാവിനൊന്നും പറ്റിക്കൂടാ. എന്റെ ഈ മഹബത്തിന്റെ ആധിക്യം കണ്ട്, ഇതിന്റെ അതുല്യമായ സൗന്ദര്യം കണ്ട് അബൂ സുഫിയാനും കൂട്ടരും ചിരിക്കുകയാണ്. അങ്ങനെ മദീനയിലുള്ള നേതാവിന് ഒരു കാലിൽ മുള്ള് തറക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത ഈമാനാ, അത്ര വലിയ മഹബത്താ. എനിക്കെന്ത് പറ്റിയാലും എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ നേതാവിനൊന്നും പറ്റിക്കൂടാ. അങ്ങനെ പറ്റി എന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റൂല. സയ്യിദ് ബിൻ ആമിർ തങ്ങൾ പറയാണ്, ഒരുപാട് ആളുകളെ കടുമരത്തിൽ അവിടെ ഏറ്റിയിട്ടുണ്ട്, പക്ഷേ ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിന്റെ നിറഞ്ഞ ഈമാൻ, അല്ലാഹുവിനോടുള്ള ആത്മബന്ധം ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. ചോദിക്കുന്നു, ഖുബൈബ് അവസാനമായിട്ട് വല്ല ആഗ്രഹവുമുണ്ടോ? ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു പറയുന്നത്, ദഊനി ഉസല്ലി റകഅതൈൻ, എന്നെ കെട്ടൊന്ന് അഴിച്ചു തരൂ, ഞാനൊരു 2 റകഅത്ത് നിസ്കരിക്കട്ടെ, അല്ലാഹുവിനോടൊന്ന് മുനാജാത്ത് നടത്തട്ടെ. ആ റബ്ബല്ലേ എനിക്ക് ഭക്ഷണം തന്നത്, ആ റബ്ബല്ലേ എനിക്ക് സ്പെഷ്യലായി നിങ്ങൾ ആരും കൊണ്ടുതരാത്ത നല്ല മുന്തിരി തന്നത്, ആ റബ്ബല്ലേ എനിക്ക് ബഹുമാനം നൽകുന്നത്, ആ റബ്ബല്ലേ ഇത്രയും കാലം എനിക്ക് ജീവനും എനിക്ക്